കെവിൻ ഷാഫി പറമ്പിൽ അറസ്റ്റിലാകുന്നു എന്ന വാർത്തകളാണ് കേൾക്കുന്നത്. ഷാഫി പറമ്പിലിനെ അറസ്റ്റ് ചെയ്യാനുള്ള അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ പലരും വിചാരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ ചെക്ക് ചെയ്തു, അതിൽ നിന്ന് ഷാഫി പറമ്പിലിന്റെ പല പ്രവൃത്തികളും ലീലാവിലാസങ്ങളും പുറത്തു വന്നു, അതുകൊണ്ട് അദ്ദേഹം അറസ്റ്റിലാകാൻ പോകുന്നു എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അതിനല്ല ഷാഫി പറമ്പിൽ അറസ്റ്റിലാകാനുള്ള സാധ്യത ഇപ്പോൾ ഉള്ളതല്ലേ? തീർച്ചയായും. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോണുകളും അതേപോലെ ലാപ്ടോപ്പുകളും SIT സംഘം പരിശോധിച്ചിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം ഈ ഫോണിൻ്റെ പാസ്വേഡുകൾ, ലാപ്ടോപ്പിൻ്റെ പാസ്വേഡുകൾ കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള സൈബർ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നു. തെളിവുകൾ ഉൾപ്പെടെ ലഭിക്കുന്നു SIT സംഘം. പക്ഷേ ഇതല്ല, പണ്ടെപ്പോഴോ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു. അതെ, വയനാട്ടിലെ രാഹുൽ ഗാന്ധി MP-യുടെ ഓഫീസ് SFI പ്രവർത്തകർ തല്ലി തകർത്തതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചിരുന്നു. 2022 നടന്ന സംഭവമാണ്. 4 വർഷമാകുന്നു. 2022 ജൂണിൽ നടന്ന സംഭവമാണ്. അതിന് പ്രകാരം കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 40ഓളം പ്രവർത്തകർ അന്നുണ്ടായിരുന്നു. ഒന്നാം പ്രതിയായിരുന്നു ഷാഫി പറമ്പിൽ. നോക്കൂ, ഷാഫി പറമ്പിലിനോട് പല കാര്യങ്ങളും എതിർപ്പുണ്ടെങ്കിലും സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇതൊക്കെ ഒരു സ്വാഭാവിക നടപടിയാണ്. ഇതൊരു വലിയൊരു വാർത്താ ഭൂമി സൃഷ്ടിക്കേണ്ട ഒരു പക്ഷേ ബ്രേക്കിംഗ് ന്യൂസ് ആയി ഷാഫി പറമ്പിൽ അറസ്റ്റിലാകുമോ എന്ന് കാണുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു സ്വാഭാവികമായ അതെ, ഷാഫി പറമ്പിൽ ഒരു വാർത്താ മെറ്റീരിയലാണ്. അറിയാം, രാഹുൽ മാങ്കൂട്ടം പോലെ പിണറായി വിജയൻ പോലെ ഒരു വാർത്താ മെറ്റീരിയൽ. ഷാഫി പറമ്പിലിനെ പറ്റി എവിടെങ്കിലും ഒരു കാർഡ് കണ്ടാലോ ഒരു ലിങ്ക് കണ്ടാലോ എന്താണെന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാൻ ഇപ്പോൾ മേഘയെ പോലുള്ള നമ്മളെ പോലുള്ള കൃത്യമായി എല്ലാവരും നോക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ വാർത്ത പഠിക്കുമ്പോഴാണ് പറയുന്നത് ഈ ചർച്ചയുടെ പോലും ആവശ്യം ഇതിലില്ല, 2 വരിയിൽ തീരുന്ന കാര്യമാണ്. എന്താണ്? സ്വാഭാവികമായും സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി റോഡ് ഉപരോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ കേസെടുക്കുമ്പോൾ പല ഘട്ടങ്ങളിലും അദ്ദേഹം MP ആയിരിക്കുന്ന സമയത്ത് ഹാജരാവാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ സ്വാഭാവികമായും അത് അറസ്റ്റ് വാറണ്ടിലേക്ക് പോകുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാനായിട്ട് കോടതി ഉത്തരവിടുന്നു. ഇതെല്ലാം ആഭ്യന്തര വകുപ്പിന്റെ കളികളാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. നോക്കൂ, ഇതിൽ CPM അത്തരത്തിലുള്ള ഒരു ആഭ്യന്തര വകുപ്പ് ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് പറയും. ഇപ്പോൾ CPM പ്രവർത്തകർക്ക് തന്നെ, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരായാലും BJP പ്രവർത്തകർക്കായാലും ഇത്തരത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തുന്നതിന്റെ ഭാഗമായി ഒരുപാട് കേസ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഇപ്പോൾ ജനപ്രതിനിധിയാണ്, 88 കേസുണ്ട് അദ്ദേഹത്തിന്. ആ സുഹൃത്തിന്റെ കൂട്ടുകാരന് 37 കേസുകളോളം. അങ്ങനെ ഇത്തരത്തിൽ കേസുകൾ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ സമര പോരാട്ടങ്ങൾ മുന്നോട്ട് പോകും. അതെ, പക്ഷേ ഇതില് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷാഫി പറമ്പിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഷാഫിക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു ബൂമുണ്ട്, ഒരു സോഷ്യൽ മീഡിയ പ്രസൻസ് ഉണ്ട്. പിണറായി പോലീസ് തന്നെ അറസ്റ്റ് ചെയ്തു, ഇതിന്റെ ആവശ്യമുണ്ടായിരുന്ന ഒരു തീപ്പൊരി പ്രസംഗം നടത്തുന്നു. അത് സോഷ്യൽ മീഡിയയിൽ PR വർക്കുകളായി വലിയ വീഡിയോസായി നല്ല ഭംഗിയുള്ള വീഡിയോ ആയി വരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു പിണറായി വിജയൻ പുലിയും പുലിക്കുട്ടി എന്നുള്ള ഒരു വീഡിയോയിൽ ഹർഷയുടെ തലേന്ന് ഇങ്ങനെ തീ വരുന്ന താല്പര്യമുണ്ടല്ലേ, തലേന്ന് മിന്നൽ പിണർ പോലെ പിണറായി വരാൻ വീണ്ടും അതൊക്കെ ഉപയോഗിക്കുന്നു. ഇല്ല. അപ്പോൾ അതുപോലുള്ള വീഡിയോസ് ഒക്കെ വരാനുള്ള സാധ്യതയിലേക്കാണ് ഇത് വിടുന്നത്. അപ്പോൾ അത്തരമൊരു നടപടിയിലേക്ക് പോകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണോ? അല്ല, തീർച്ചയായിട്ടും. ഇപ്പോൾ മേഘ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, വ്യാജ ID കാർഡ് നിർമ്മിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന അധ്യക്ഷനായി കഴിഞ്ഞ് കുറെ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം, അത് ആഭ്യന്തര വകുപ്പ് കാണിച്ചൊരു മണ്ടത്തരമാണ്. അതിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയൊരു ബൂം അതിലൂടെ ഉണ്ടായി. രാഹുലിന്റെ ഫോളോവേഴ്സിൽ ഒരു 50% സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് തന്നെയാണ്. പക്ഷെ ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ അത് പക്വതയോടെ അല്ല കൈകാര്യം ചെയ്യുന്നത് എന്ന് തിരിച്ചറിവിലൂടെ ഇപ്പോൾ വളരെ പക്വമായിട്ടാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പോറ്റിയെ കയറ്റിയതിൽ ആദ്യഘട്ടത്തിൽ കേസ് വരുമോ എന്ന് പറഞ്ഞപ്പോൾ അത് കേസെടുക്കേണ്ട എന്ന് ആഭ്യന്തര വകുപ്പിന് തീരുമാനം വന്നത്. അത്തരത്തിൽ പരാതി പോയിരുന്നു. അതേപോലെ ഈ SIT സംഘത്തിന്റെ നടപടികളായാലും ഇപ്പൊ ഇനി രാഹുൽ മാങ്കൂട്ടം എന്ന സാധനം ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ആൾക്കാരിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കില്ലെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി CPM ഒരു വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് പറഞ്ഞൊരു ഡയലോഗുണ്ട്, അതേപോലെ ഷാഫി ഡയലോഗ് പറയുമോ എന്നൊന്നും അറിയില്ല. പിണറായി വിജയന്റെ തീരുമാനമല്ലേ അമ്മയുടെ മുമ്പിലിട്ട് അറസ്റ്റ് ചെയ്യുന്ന പഞ്ച സാധനത്തിലാണ് ഇപ്പോൾ നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അതിപ്പോ ഒരു ബൂമറാങ് പോലെ തിരിച്ച് അടിക്കുന്ന ഒരു സാഹചര്യം. പിണറായിയുടെ കാര്യം പറഞ്ഞതുപോലെ മാങ്കൂട്ടം പുലിക്കുട്ടിയാണെങ്കിൽ ഷാഫി ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് വലിയ തീപ്പൊരി പ്രസംഗമൊക്കെ നടത്താൻ സാധ്യതയുണ്ട്. ആഭ്യന്തര വകുപ്പ് അത്തരമൊരു നീക്കം നടത്തുകയാണെങ്കിൽ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ ഷാഫിയുടെ തന്നെ ഇമേജ് കുറച്ചുകൂടി റീമേക്ക് ചെയ്ത് ബെറ്റർ ആക്കാനുള്ള ഒരു സാധ്യത മാത്രമായിരിക്കും അത്. എനിക്ക് തോന്നുന്നത് ഷാഫി തന്നെ കുത്തിപ്പൊക്കിയതാണോ എന്ന് സംശയമില്ലാതില്ല. കുറച്ച് ഇടയ്ക്ക് വെച്ചിട്ട് പേരാമ്പ്രയിൽ വെച്ചുള്ള ആ സംഘർഷത്തിന് ശേഷം അദ്ദേഹത്തിന് മൂക്ക്
ഇടിച്ചു പൊട്ടിച്ചതിന് ശേഷം അദ്ദേഹം കുറച്ച് രാഹുൽ മാങ്കൂട്ടം വിഷയങ്ങളിൽ ഒന്ന് പതുങ്ങിയിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ എനിക്കൊന്ന് ഷാഫി പറമ്പിലിന്റെ PR ടീമാണ് ഇത്തരത്തിൽ ഈ കേസ് കുത്തിപ്പൊക്കിയത്. നമുക്ക് സ്വാഭാവികമായിട്ടും അറസ്റ്റ് വാറണ്ട് ഉണ്ടായാൽ അത് ജാമ്യം എടുത്താൽ കഴിയാവുന്ന വസ്തുതകൾ അദ്ദേഹത്തിനൊക്കെ ജാമ്യം ലഭിക്കും. ഈ ആളെ കൊന്ന കേസൊന്നും അല്ലല്ലോ, സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി റോഡ് ഉപരോധം നടത്തിയല്ലേ. ഇപ്പോൾ മേഘയ്ക്ക് തന്നെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി കേസുകളില്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഏതെങ്കിലും ഘട്ടങ്ങളിൽ കലാലയ ജീവിതത്തിന്റെ ഭാഗമായി കേസുകളൊക്കെ ഉള്ള വ്യക്തികൾ തന്നെയാണ് ഈ രാഷ്ട്രീയ പ്രവർത്തകരും അതേപോലെ മാധ്യമ പ്രവർത്തകരും ഈ പോലീസുകാരും എല്ലാം തന്നെ. അപ്പോ എന്റെ പേരിൽ കേസുകളില്ല, പ്രശ്നങ്ങളുണ്ട്, പക്ഷേ സാഹചര്യം വന്നിട്ടില്ല. ഇത്തരത്തിൽ കേസിനെ പർവ്വതീകരിച്ച് കാണിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ ഇതിന്റെ തമ്പ് തന്നെ ഷാഫി പറമ്പിൽ അറസ്റ്റിൽ, മാങ്കൂട്ടം പണിഞ്ഞു, ഷാഫി പറമ്പിൽ അറസ്റ്റിൽ എന്നാണ് നമ്മളുടെ തമ്പ്. അപ്പോൾ അത് കണ്ടു കയറുന്നവർക്ക് സർഗാത്മകമായ ചിരിച്ചുകൊണ്ട് കാണാൻ കഴിയുന്ന ഒരു ചർച്ചയായി ഇത് മാറുമെന്ന് ഉള്ള പ്രതീക്ഷയിൽ നമുക്ക് തുടരാം. അപ്പോൾ ഷാഫി പറമ്പിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി വന്ന പരിപാടിയിൽ അദ്ദേഹം സീനിയർ നേതാക്കളെ തലത്തിൽ നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു യങ് ചാം ഒരു ബൂസ്റ്ററായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ വാർത്തകൾ വേണ്ടേന്ന് ഇപ്പോൾ ഇത്തരത്തിലൊരു കാർഡ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെ പറഞ്ഞത് എല്ലാവരും നോക്കുന്ന പോലെ നമ്മളും അത് ചർച്ചയ്ക്ക് എടുത്തു. എന്താണ് ഇതിനകത്തെ വസ്തുത എന്ന് ഇപ്പോൾ നേരത്തെ മേഘ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഷാഫിയും മാങ്കൂട്ടവും ഒരുമിച്ച് നടന്നതുകൊണ്ട് ഇനി മാങ്കൂട്ടത്തിന്റെ കേസിലാണോ എന്ന തരത്തിൽ. അതെ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഫോണിന്റെ പാസ്വേഡ് പറഞ്ഞു കൊടുക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റ് പലരുടെയും സുഹൃത്തുക്കളുടെയും സ്വകാര്യ കാര്യങ്ങൾ എന്റെ ഫോണിൽ ഉണ്ട് എന്നൊരു തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നല്ലോ. അപ്പോൾ ആ സുഹൃത്ത് ഷാഫി പറമ്പിലാണോ? അതുപോലെ തന്നെ വടകരയിലെ ഫ്ളാറ്റിൽ രാഹുൽ മാങ്കൂട്ടം പെൺകുട്ടികളെ കൊണ്ടുപോയിട്ടുണ്ട്, ക്ഷണിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഷാഫി പറമ്പിൽ ഇതുമായിട്ട് ബന്ധമുണ്ടോ അദ്ദേഹത്തിന്? ഷാഫി പറഞ്ഞല്ലോ, അതിൽ എന്റെ പേര് പറഞ്ഞിരുന്നു, എന്റെ ആണോ? അതന്നെ. അപ്പൊ ആ സമയത്ത് ഒരു ഇതുണ്ടായിരുന്നല്ലോ, ഷാഫി പറമ്പിൽ ഇതെല്ലാം അറിഞ്ഞിരുന്നു, ഇതിനെല്ലാം മൗന സമ്മതം കൊടുത്തു, സഹായിച്ചിരുന്നു എന്നൊക്കെ പലരും പല ഷാഫി പറമ്പിൽ വിരുദ്ധരൊക്കെ പറഞ്ഞിരുന്നത് ഷാഫിക്ക് വേണ്ടി പെൺകുട്ടികളെ സെറ്റ് ചെയ്യലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ എന്നൊക്കെ പല 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 നറേറ്റീവുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോ അത്തരം ഒരു സാഹചര്യത്തിൽ എന്തായാലും അറസ്റ്റിലേക്ക് എന്ന് പറയുമ്പോൾ സൈബർ ലിഞ്ചിങ്ങിനും സൈബർ ബുള്ളിങ്ങിനും വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ നെഗ്ലോമാനിയാക്കുകൾ ഈ വാർത്തയെ ചിലപ്പോൾ വാർത്തയുടെ വസ്തുത അറിയാതെ വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നതായിരിക്കും ഇനി വരുന്ന മണിക്കൂറുകളിൽ നടക്കാൻ പോകുന്നത്. പക്ഷെ നമ്മൾ അതിനെ തടയിട്ടുകൊണ്ട് പറയുന്നു, ഷാഫി പറമ്പിലിന് അറസ്റ്റ് വാറണ്ട് ഉണ്ടായത് 2022 ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് SFI പ്രവർത്തകർ, അതിലൊരു നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയുണ്ട് ആ കാലഘട്ടങ്ങളിൽ. വിഷ്ണു CR ഉൾപ്പെടെയുള്ളവർ. ഇപ്പോൾ മുള്ളംകൊല്ലി അതിലൊരു പ്രവർത്തകനാണ്. മുള്ളംകൊല്ലിയിൽ കഴിഞ്ഞ പ്രാവശ്യം LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് തോറ്റുപോയൊരു പയ്യനുണ്ട്, നമ്മുടെ ഒരു സുഹൃത്താണ് വിഷ്ണു CR. അപ്പോൾ അദ്ദേഹം ഉൾപ്പെടെ ജില്ലാ കമ്മിറ്റി മെമ്പർ ആയിരുന്ന ഇതിൽ പ്രതിയായിരുന്ന ഒരു വ്യക്തിയാണ്. അത് സംഘടനാ പ്രവർത്തനത്തിന്റെ. അതുപോലെ തന്നെ ഈ ഷാഫി പറമ്പിൽ 1ാം പ്രതി ആയിരിക്കുമ്പോൾ 9ാം പ്രതി ആരാണെന്നറിയോ? സരിനാണ്. കോൺഗ്രസ് വിട്ടുവെങ്കിലും പ്രതിപട്ടികയിലുണ്ട്. ചിലപ്പോൾ ഇനിയിപ്പോ അത് കോഷ് ചെയ്ത് പോകാനുള്ള സാഹചര്യമാണ് കാണുന്നത്. നേഷൻ ഫസ്റ്റ് പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലല്ല ഷാഫിയെ അറസ്റ്റ് ചെയ്യാൻ വാറണ്ടുള്ളത്. 2022 കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ദേശീയപാത ഉപരോധിച്ചതിൽ അദ്ദേഹം കേസുകൾ വിളിക്കുമ്പോൾ ഹാജരാകാത്ത സാഹചര്യത്തിൽ 4 വർഷം നീണ്ടു നിന്നിരുന്ന ഒരു പ്രോസസ്സിന്റെ ഭാഗമായി, സ്വാഭാവിക പ്രോസസ്സിന്റെ ഭാഗമായി അറസ്റ്റ് വാറണ്ട് ഉണ്ടാകുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കണമെന്നൊക്കെ പറഞ്ഞാലും അദ്ദേഹം മറ്റ് നിയമസഹായങ്ങൾ തേടിക്കൊണ്ട് ഇതിൽ ജാമ്യമെടുത്ത് പുറത്തു വന്ന് കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നീങ്ങുകയാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.